അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അൻ ഉഖബത്ത ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറുൻ നിക്കാഹി ഐസറുഹു വഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിറജുലിൻ അതർളാ അൻ ഉസവ്വിജക ഫുലാന ഖാല നഅം ഖാല ലഹാ അതർളൈന അൻ ഉസവ്വിജകി ഫുലാനൻ ഖാലത് നഅം ഫസവ്വജഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം യഫ്രിൽ സദാഖൻ ഫദഖല ബിഹാ ഫലം യുഅതിഹാ ശൈഅൻ ഫലമ്മാ ഹളറത്തുഹുൽ വഫാത്തു ഖാല ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവ്വജനി ഫുലാന വലം ഉഅതിഹാ ശൈഅൻ വഖദ് അഅതൈതുഹാ സഹ്മി മിൻ ഖൈബർ ഫകാന ലഹു സഹ്മുൻ ബിഖൈബറ ഫഅഖദത്തുഹു ഫബാഅത്തുഹു ഫബലഗ 100,000. വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഖൈറുൻ നിക്കാഹി ഐസറുഹു, നിക്കാഹിൽ വെച്ച്, വിവാഹത്തിൽ വെച്ച് ഏറ്റവും ഉത്തമമായത്, ആ വിവാഹത്തിൽ വെച്ച് ഏറ്റവും ലളിതമായതാണ്. ലളിതമായ വിവാഹമാണ് ഏറ്റവും ഖൈറുള്ളത്, ഏറ്റവും ബറക്കത്തുള്ളത്. അതിന് ഉപോത്ബലകമായി ഇമാം അബൂദാവൂദ് നബി തങ്ങളുടെ മറ്റൊരു സംഭവവും കൊണ്ടുവരികയാണ്. ഒരു വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഞാൻ താങ്കൾക്ക് ഇന്നാലിന്ന പെണ്ണിനെ കെട്ടിച്ചു തരുന്നത് താങ്കൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കിഷ്ടമാണ്. ആ സ്ത്രീയോടും നബി തങ്ങൾ ചോദിച്ചു, ഞാൻ നിന്നെ ഇന്ന ആൾക്ക് കെട്ടിച്ചു കൊടുക്കുന്നത് നിനക്കിഷ്ടമാണോ? അവളും പറഞ്ഞു, എനിക്കിഷ്ടമാണ്. അങ്ങനെ നബി തങ്ങൾ ആ സ്ത്രീയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. മഹറൊന്നും നിശ്ചയിച്ചതുമില്ല. അങ്ങനെ അവർ ദാമ്പത്യ ജീവിതം തുടങ്ങി. അവൾക്ക് മഹറായി ഒന്നും നൽകിയതുമില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫലമ്മാ ഹളറത്തുഹുൽ വഫാത്തു, അദ്ദേഹത്തിന് മരണം ആസന്നമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് ഇവളെ മഹറൊന്നും നിശ്ചയിക്കാതെയാണ് കെട്ടിച്ചു തന്നത്. ഇവൾക്ക് ഞാൻ ഇതുവരെ മഹറായി ഒന്നും കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ മഹറായി എനിക്ക് ഖൈബറിൽ നിന്ന് എനിക്ക് ലഭിച്ച വിഹിതം ഇവൾക്ക് ഞാൻ നൽകുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് അദ്ദേഹത്തിന് ഖൈബറിൽ നിന്ന് ഗനീമത്ത് സ്വത്തിലൊരു വിഹിതം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സ്ത്രീ മഹറായി പ്രസ്തുത ഖൈബറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വിഹിതം കൈപ്പറ്റി. അങ്ങനെ പിന്നീട് അവർ അത് വിറ്റത് 1,00,000 വിൽക്കാൻ സാധിച്ചു എന്ന്. അതിലുള്ള ബറക്കത്താണ് അത് സൂചിപ്പിക്കുന്നത്. വളരെ ലളിതമായ വിവാഹം, ആ വിവാഹം തുടർന്നു പോരുകയും അവസാന സമയത്ത് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ എന്ന നിലക്ക് ഖൈബറിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ വിഹിതം കൈപ്പറ്റിയപ്പോൾ അത് 1,00,000 ദീനാർ എന്നോ ദിർഹം എന്നോ ഇതിൽ പറയാത്തത് കൊണ്ട് അത് ദീനാറാകാനും ദിർഹമാകാനും സ്വർണ്ണ നാണയമാകാനും വെള്ളി നാണയമാകാനും സാധ്യതയുള്ളതാണ്. അല്ലാഹു ആലം. ഏതായാലും 1,00,000 എന്ന് പറയുന്നത് അത് ഒരു വലിയ തുകയായി തന്നെയാണ് അതിൽ ബറക്കത്തിൻ്റെ നിദാനമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഏത് കാര്യത്തിലും ഈ മിതത്വം പാലിക്കുക എന്നത് വളരെ ആവശ്യമാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മഹറിൻ്റെ ആധിക്യമാണ് ഈ ഹദീസിൻ്റെ പശ്ചാത്തലം. മഹർ ധാരാളമായി കൊടുത്ത്, അത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ ഭരണകാലത്ത് വളരെ
കൂടി അതൊരു സാമൂഹിക വിപത്തായി മാറുന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഈ മഹറിന് ഞാനൊരു പരിധി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ് എന്ന് എല്ലാവരെയും വിളിച്ചുകൊണ്ട് നിർദ്ദേശിക്കുകയുണ്ടായി. മഹർ പരമാവധി മഹർ ഇത്രേ പാടുള്ളൂ എന്ന് ഞാനതിന് പരിധി നിശ്ചയിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, വലൗ ആയത്തൈത്തും ഇഹ്ദാഹുന്ന ഖിൻതാറൻ ഫലാ തഅഖുദൂ മിൻഹുന്ന ഷൈആ എന്നല്ലേ അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ അവർക്കൊരു കൂമ്പാരം തന്നെ കൊടുത്താലും അതിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വാങ്ങാൻ പാടില്ല എന്നല്ലേ അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അതിന് പരിധി നിശ്ചയിക്കുക എന്ന് ആ സ്ത്രീ ചോദിച്ചപ്പോൾ ആ ഉദ്യമത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പിൻവാങ്ങുകയാണ് ഉണ്ടായത്. ഏതായാലും ഇങ്ങനെ മഹറിൻ്റെ ആധിക്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശാരിഹ്യങ്ങളൊക്കെ മഹറിൻ്റെ ആധിക്യമാണ് ഈ ഹദീസിൻ്റെ, മഹറിലുള്ള ലാളിത്യമാണ് ഈ ഹദീസിൻ്റെ ഉദ്ദേശമായി വിവരിച്ചിട്ടുള്ളത്. എന്നാൽ സ്ത്രീയെ ബുദ്ധിമുട്ടിക്കുന്ന സ്ത്രീധനം പോലെയുള്ള ഉള്ളതിൽ സ്ത്രീയുടെ കുടുംബം, പിതാവോ അല്ലെങ്കിൽ മറ്റു സ്ത്രീയുടെ കുടുംബക്കാരോ നൽകുന്ന ജഹാസ് എന്ന് പറയുന്ന കെട്ടിച്ചയക്കുമ്പോൾ നൽകുന്ന സമ്മാനം, സ്ത്രീക്ക് നൽകുന്ന സമ്മാനം, അത് പിന്നീട് സ്ത്രീധനമായി സാമൂഹിക വിപത്തായി മാറിയതൊക്കെ നമുക്കറിയാം. അത് ശറഅാക്കപ്പെട്ട കാര്യമല്ല എങ്കിൽ പോലും അതിലും ഒക്കെ വല്ലതും കൊടുക്കുകയാണെങ്കിൽ, നബി തങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയൊക്കെ കെട്ടിക്കുന്ന സമയത്ത് സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സമ്മാനം കൊടുക്കുമ്പോൾ അതിലും ഒക്കെ മിതത്വം പാലിക്കണം എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്ത്രീയെക്കൊണ്ട് പുരുഷനോ പുരുഷനെക്കൊണ്ട് സ്ത്രീക്കോ ബുദ്ധിമുട്ട് വരാത്ത വിധത്തിലുള്ള ലളിതമായ വിവാഹമാണ് ഏറ്റവും ഖൈറായിട്ടുള്ളതും ഏറ്റവും ബറക്കത്തുള്ളതും. ആ ജീവിതമായിരിക്കും ഏറ്റവും സന്തുഷ്ടി ഉള്ളതും ഏറ്റവും ഉപകാരപ്രദവുമായിട്ടുള്ള ജീവിതം. ഇത് അനുവദനീയമായതും എന്നല്ല നിർബന്ധമായതിൽ പോലും ലാളിത്യം വേണം എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മഹർ എന്ന് പറയുന്നത് നിർബന്ധപൂർവം പുരുഷൻ സ്ത്രീക്ക് കൊടുക്കേണ്ടതാണ്. അവൾ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും മഹർ കൊടുക്കൽ നിർബന്ധമാണ്. അത് വിവാഹത്തിൻ്റെ ആ വാചകത്തിൽ തന്നെ ഉൾപ്പെടുത്തി പറയുക എന്നുള്ളത് സുന്നത്താണ്. ഇനി മഹർ പറഞ്ഞിട്ടില്ലെങ്കിലും വിവാഹത്തിൽ ആ വിവാഹ വാചകത്തിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിലും അത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പം നിർബന്ധമായ കാര്യത്തിൽ വരെ ഈ ലാളിത്യം വേണം എന്നാണ്. അപ്പോൾ പിന്നെ അനുവദനീയമായതോ ആയ കാര്യങ്ങളിലൊക്കെ മിതത്വം വേണമെന്ന് പറയേണ്ടതില്ലല്ലോ. ഏത് കാര്യത്തിലും ലാളിത്യമാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവിടെ നാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ധൂർത്ത് എന്ന് പറയുന്നത് ഹറാമാണ്. ഇന്നൽ മുബസ്സിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ എന്നാണല്ലോ. ധൂർത്ത് പിശാചുക്കളുടെ ധൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ് എന്നാണ്. അത് നമ്മുടെ സംസ്കാരത്തിൽപ്പെട്ടതല്ല, അത് പൈശാചികമാണ്, അത് ഹറാമാണ്. ധൂർത്ത് ഹറാമാണ്. ഇസ്രാഫ്, തബ്സീർ എന്നൊക്കെ പറയുന്ന ധൂർത്ത് അത് ഹറാമാണ്. അത് അനുവദനീയമല്ലാത്ത അനാവശ്യമായ ചെലവുകൾക്കാണ് ധൂർത്ത് എന്ന് പറയാം. അത് ഒരു രൂപയാണെങ്കിൽ പോലും അല്ലെങ്കിൽ 10 പൈസയാണെങ്കിൽ പോലും അത് ഹറാമായ കാര്യത്തിൽ അല്ലെങ്കിൽ അനാവശ്യമായ കാര്യത്തിൽ ചിലവഴിക്കുമ്പോൾ അത് ധൂർത്തായി മാറും. എന്നാൽ ധൂർത്തെന്ന് വേറെയാണ്, ലാളിത്യമില്ലായ്മ എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ധൂർത്ത് ഹറാമായിട്ടുള്ള ഇത്തരം ദുർവ്യയങ്ങളാണ്. ലാളിത്യമില്ലായ്മ എന്ന് പറഞ്ഞാൽ അത് പ്രയാസം സഹിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രയാസഭരിതമാവലാണ് ലാളിത്യമില്ലായ്മ. അത് ആവശ്യമായ കാര്യങ്ങളിൽ വരെ ഈ ലാളിത്യമില്ലായ്മ ഉണ്ടാകാം. അനുവദനീയമായതോ അല്ലെങ്കിൽ നിർബന്ധമായതോ സുന്നത്തായതോ ആയ ഏത് കാര്യത്തിലും ലാളിത്യമില്ലായ്മ വരും. ധൂർത്ത് എന്ന് പറയുന്നത് അനാവശ്യത്തിൽ മാത്രമാണ് വരിക. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പലർക്കും മനസ്സിലായിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നാം അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം. ലാളിത്യമില്ലായ്മയാണ് ഈ പ്രയാസങ്ങൾക്ക് കാരണം. അത് ബറക്കത്ത് കുറയാൻ കാരണമാകും. അവൻ്റെ ജീവിതം ദുസ്സഹമായി തീരാൻ അത് കാരണമായിത്തീരും. അവന് ആഖിറത്തിൽ അത് വിനയായി മാറും. നേരെ മറിച്ച്
ലളിതമായ കാര്യത്തിലാണെങ്കിൽ അത് നല്ല ബറക്കത്തുള്ളതായിരിക്കും, ഇഹത്തിലും പരത്തിലും അത് ഗുണവുമായിരിക്കും. മിതത്വം പാലിക്കണം എന്നാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വ്യയങ്ങളിലെല്ലാം നാം പണം ചെലവഴിക്കുമ്പോൾ ഇതിൽ മിതത്വം പാലിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രാ സൂറത്തിലെ 29-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നത് കാണാം: വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക് വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത് ഫതഖഉദ മലൂമൻ മഹ്സൂറാ. നീ നിൻ്റെ കയ്യിനെ നിൻ്റെ കഴുത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട, ചെങ്ങലക്കിടപ്പെട്ട നിലക്കാക്കരുത് എന്ന് പറഞ്ഞാൽ ഒന്നും ചെലവാക്കാതെ പിശുക്ക് കാണിക്കരുത്. വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത്, എന്നാൽ അതിനെ പരമാവധി അഴിച്ചുവിടുക എന്ന അഴിച്ചുവിടലും ചെയ്യാൻ പാടില്ല. അങ്ങനെ അഴിച്ചുവിട്ടാൽ എന്ന് പറഞ്ഞാൽ മിതത്വം പാലിക്കാതിരുന്നാൽ, അമിതമാക്കിയാൽ ഫതഖഉദ മലൂമൻ മഹ്സൂറ, അത് ആവശ്യമായ കാര്യങ്ങളിൽ വരെ അമിതമാക്കിയാൽ ഫതഖഉദ മലൂമൻ മഹ്സൂറ, നീ ആക്ഷേപിക്കപ്പെട്ടവനായ നിലക്കും നഷ്ടം പറ്റിയവനായ നിലക്കും ഒന്നുമില്ലാത്തവനായ നിലക്ക് നീ ഇരിക്കേണ്ടി വരും എന്നാണ് ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ മിതത്വം എന്നത് വിവാഹത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലും മിതത്വം പാലിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഖിയാസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ്. വിവാഹത്തിനോട് ഖിയാസാക്കിയിട്ട്, വിവാഹം എന്നത് വളരെ സാമൂഹ്യമായിട്ടുള്ളൊരാവശ്യമാണ്, അതിൽ മഹർ കൊടുക്കുക എന്നത് നിർബന്ധമാണ്, അങ്ങനെയൊക്കെ ആയിട്ടും അതിൽ മിതത്വം പാലിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളിലും, അത് നമ്മുടെ വസ്ത്രമാവട്ടെ, നമ്മുടെ ഭക്ഷണമാവട്ടെ, നമ്മുടെ പാർപ്പിടമാവട്ടെ, നമ്മുടെ ആഘോഷങ്ങളാകട്ടെ, അത് നബിദിന ആഘോഷമാണെങ്കിലും പെരുന്നാളാഘോഷമാണെങ്കിലും നമ്മുടെ വീട് കുടിയിരിക്കൽ പോലുള്ള മറ്റു ആഘോഷങ്ങളാണെങ്കിലും ഏത് ആഘോഷങ്ങളിലും അതുപോലെ അനുഷ്ഠാനങ്ങളിലും വരെ ഈ മിതത്വം പാലിക്കേണ്ടതുണ്ട്. കഅബയിലേക്ക് ഹജ്ജിന് പോകാൻ ഒരു പ്രായം ചെന്നയാൾ നേർച്ചയാക്കിയ കഥ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അദ്ദേഹം നടന്ന് ഹജ്ജ് ചെയ്യാനാണ് നേർച്ചയാക്കിയത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മക്കളുടെ തോളിൽ പിടിച്ച് സുഖമില്ലാതെ പ്രയാസപ്പെട്ട് നടക്കുന്നത് കണ്ടപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എന്താണ് അയാൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് അങ്ങനെ ബുദ്ധിമുട്ടി പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അങ്ങനെ നടന്നു പോകാൻ നേർച്ചയാക്കിയതാണ്, കഅബയിലേക്ക് നടന്നു പോകാൻ നേർച്ചയാക്കിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന് അദ്ദേഹം ഇങ്ങനെ നടന്ന് ബുദ്ധിമുട്ടുന്നതിൽ അള്ളാഹുവിന് യാതൊരു താല്പര്യവുമില്ല, അദ്ദേഹത്തോട് വാഹനത്തിൽ കയറാൻ പറയൂ എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണ് നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ വരെ മിതത്വം പാലിക്കേണ്ടതുണ്ട്. ഒരു ദിവസം പെട്ടെന്ന് ഒതെടുത്തിട്ട് വന്നിട്ട് 1000 റക്അത്ത് നിസ്കരിക്കുക, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മുടെ നിസ്കാരമാണെങ്കിലും നമ്മുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ നാം മിതത്വം പാലിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സംസാരത്തിലൊക്കെ മിതത്വം പാലിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ എല്ലാം ആയിട്ടുള്ള കാര്യങ്ങളിൽ മിതത്വം പാലിക്കുക എന്നത് നമ്മുടെ സംസ്കാരമാണ്. അതിലാണ് നമുക്ക് ബറക്കത്തുള്ളത്, അതാണ് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളത്. മറിച്ചുള്ളതെല്ലാം അമിതമാക്കുക, പ്രയാസപ്പെടുക എന്നത് നമ്മുടെ ജീവിതം തന്നെ പ്രയാസകരമായി തീരാനും കഷ്ടപ്പാട് നിറഞ്ഞതാകാനും ബറക്കത്ത് കുറഞ്ഞതാകാനും അത് കാരണമായിത്തീരും. അനുവദനീയമായതും സുന്നത്തായതും നിർബന്ധമായതുമായിട്ടുള്ള ഏത് കാര്യത്തിലും മിതത്വം പാലിക്കേണ്ടതുണ്ട്. അമിതമാക്കിയാൽ ഇഖ്തിസ്വാദ്, മിതത്വം പാലിക്കുക എന്നത് നമ്മുടെ സംസ്കാരമാണ്. ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യാപനമാണ് മിതത്വം എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അള്ളാഹു അവൻ്റെ ദീനിനെ യഥാവിധി മനസ്സിലാക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇഹപര വിജയം നേടുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ കാര്യം ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.